വിലങ്ങാട് പ്രദേശം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അത് ആദ്യമായി അഭിമുഖീകരിച്ചതല്ല. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്നുള്ളത് സങ്കടകരമായ സത്യമാണ്. ഇവിടുത്തെ വീടുകളിൽ വന്നപ്പോൾ സർക്കാർ അവർക്ക് കളക്ടർമാർ എഴുതി കൊടുത്തിരിക്കുന്നത് ഈ വീടോ ഈ പ്രദേശമോ താമസിക്കാൻ യോഗ്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ അനേകം വീടുകളിൽ ഇപ്പോഴും ഇവിടെ മനുഷ്യർ താമസിക്കുന്ന സാഹചര്യമുണ്ട്. സത്യത്തിൽ അതെല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ഭാരപ്പെടുത്തുന്ന ഓർമ്മകളും ചിന്തകളുമാണ്. അവയ്ക്ക് കൂടി പരിഹാരം കാണണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അഭിവന്യ റെമീജിയൂസ് പിതാവ് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് നമ്മുടെ സഹായഹസ്തങ്ങൾ പിൻവലിക്കാൻ സമയമായിട്ടില്ല. ഇനിയും നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ദുരന്തമുഖത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നവരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള പിതാവിൻ്റെ തിരിച്ചറിവും അതിനുവേണ്ടിയുള്ള തീരുമാനവും ഏറെ അഭിനന്ദനാർഹമാണ്. ഞങ്ങളെല്ലാവരുടെയും പിന്തുണ ഈ ഒരു തീരുമാനത്തിന് ഹൃദയപൂർവ്വം വാഗ്ദാനം ചെയ്യുകയാണ്. നമുക്ക് അഭിവന്യ പിതാവിന് നല്ലൊരു കയ്യടി നൽകി ഈ വീട് വേണമെങ്കിൽ കൈയടിച്ചാൽ മതി, ഇല്ലെങ്കിൽ കൈയടിക്കാതെ കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഇത് നമ്മൾ കേരള സ്റ്റോറി എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായി എല്ലാ സങ്കടങ്ങളെയും ഒരു മനസ്സോടെ കൈകോർത്ത് നിന്ന് നേരിടാൻ കൽപ്പുറ്റവരാണ്. ആ ഒരു അരൂപി നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല, ഒരു പ്രതിസന്ധിക്കും നമ്മെ കീഴ്പ്പെടുത്താനാവില്ല എന്ന് നമ്മൾ തെളിയിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പുനരധിവാസ പാക്കേജ് ആ നാളുകളിൽ വലിയ വലിയ കോർപ്പറേറ്റ് ഏജൻസികൾ വീടുകളുടെ എണ്ണം പ്രഖ്യാപിക്കുന്ന കേട്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. ഈ വീടെല്ലാം അവരെവിടെ കൊണ്ട് വയ്ക്കുമായിരിക്കും? ഓരോരുത്തരും 500 വീട് 600 വീട് ഒക്കെ പ്രഖ്യാപിച്ചതല്ലാതെ ആ വീട് എവിടെയെങ്കിലും പണിതതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ പ്രഖ്യാപിച്ചത് പ്രവർത്തിച്ച് കാണിച്ചത് നമ്മുടെ KCBC ആണ് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. നമ്മൾ 1000 വീടൊന്നും പ്രഖ്യാപിച്ചില്ല, നമ്മൾ 100 വീട് പ്രഖ്യാപിച്ചുള്ളൂ. പക്ഷേ വയനാട്ടിലും ഇവിടെയും കൂടിയായിട്ട് ഏകദേശം 160ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. KCBC എന്ന് പറയുമ്പോൾ അതൊരു മതസംഘടന എന്നുള്ളതിനേക്കാളും ഉപരി അത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ എല്ലാം സഹായവും സഹകരണവും അതിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല കാലാവസ്ഥ ഇനിയും അധികം നീളുമോയെന്നറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ വലിയ മഴയും വിലങ്ങാടുകാരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കേണ്ട കാര്യമില്ല. വസ്തുതാപരമായ എല്ലാ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമാണ്. നമ്മുടെ എല്ലാ പള്ളികളിലും കേരളത്തിൽ ഇതിനു വേണ്ടി സംഭാവനകൾ ശേഖരിക്കുകയും അവയെല്ലാം KCBCയിൽ ഇങ്ങനെ കോടിക്കണക്കിന് കെട്ടിവെച്ചത് അതിനകത്തുനിന്ന് ഒരു 4-5 കോടിയും കൊടുത്തതാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. KCBCയുടെ ആനുവൽ വരവും ചെലവും എന്നൊക്കെ പറയുന്നത് കഷ്ടി കഴിഞ്ഞുകൂടുന്നതേ ഉള്ളൂ എന്ന് ഇത് കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് ഈ പണം സമാഹരിച്ചത് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒരു മനസ്സോടെ സഹകരിച്ചു, സഹായിച്ചു. നമ്മുടെ എല്ലാ പള്ളികളിലും ഇതിനു വേണ്ടി സംഭാവനകൾ സ്വീകരിച്ചു. അപ്രകാരം ചേർത്ത് വെച്ചപ്പോഴാണ് ഇങ്ങനെ വലിയ നന്മ രൂപപ്പെട്ടു വരാനിടവന്നത് എന്ന് നമുക്ക് ഓർക്കാം. ഇപ്രകാരം അനുഗ്രഹങ്ങൾ കിട്ടിയവരെ നിങ്ങൾ KCBC ആണ് നിങ്ങൾക്ക് വീട് തരുന്നത് എന്ന് പറയുമ്പോഴും ഓർക്കുക, അത് നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർ
അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സാധാ മനുഷ്യരുടെ ചെറിയ സംഭാവനകൾ ചേർത്ത് വെച്ചതാണ് നമ്മുടെ ഈ ഭവനങ്ങൾ ഓരോന്നും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയും. അതുപോലെ തന്നെ ഇന്ന് കേരളം മറ്റൊരു സന്തോഷ വാർത്തയിലാണ്. പുതിയ മുഖ്യമന്ത്രിയും പുതിയ സർക്കാരും രൂപീകരിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ പുതിയ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് 2 കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അഭിവന്യ റെമീജിയസ് പിതാവ് ഇവിടെ പറഞ്ഞതുപോലെ 2 കൊല്ലം മുമ്പ് വരുമ്പോൾ കണ്ട അതേ കരിമ്പാറ കൂട്ടങ്ങളും കല്ലുമായിട്ട് ഈ വഴി ഒരു പ്രേതഭൂമിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. ഈ സർക്കാർ അധികാരമേറ്റാൽ ഏറ്റവും പ്രാധാന്യത്തോടെ പ്രഥമ പരിഗണന നൽകി പരിഹരിക്കേണ്ട പ്രശ്നമായിട്ട് ഈ വെലങ്ങാട് മഞ്ഞക്കുന്ന് റോഡിൻ്റെ നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് സർക്കാരിനോട് നമുക്ക് ഒരു മനസ്സോടെ ആവശ്യപ്പെടാം. രണ്ടാമതായിട്ട് സർക്കാരിനോട് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാർ തന്നെ ആളുകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കളക്ടർമാർ വഴി, ഈ വീടും ഈ പ്രദേശവും താമസയോഗ്യമല്ല എന്ന് എഴുതി കൊടുത്തിട്ടുള്ള വീടുകൾക്കെല്ലാം അവരുടെ മാന്യമായ പുനരധിവാസത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സാധിക്കുന്നിടത്തോളം ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളവരുടെ എല്ലാം കാര്യങ്ങൾ പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ സത്വരമായ ഇടപെടൽ ആവശ്യമുണ്ട് എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാൻ നമുക്ക്. പുതിയ സർക്കാർ നമുക്ക് ഈ കാര്യങ്ങളിൽ ഉദാരമായ സമീപനം പുലർത്തും എന്ന പ്രത്യാശയോട് പഴയ സർക്കാർ ചെയ്ത വലിയ സേവനങ്ങളെ അഭിവന്യ പിതാവ് ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പുതിയ സർക്കാർ അന്ന് ചെയ്യാതെ പോയ, അന്ന് സമീപിക്കാൻ പറ്റാതെ പോയ കുടുംബങ്ങളുടെ ആകുലതകൾക്ക് കൂടി പരിഹാരം കണ്ടെത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അഭിവന്യ റെമീജിയസ് പിതാവ് സമാനതകളില്ലാത്ത വിധം സുന്ദരമായ നേതൃത്വമാണ് ഈ ശുശ്രൂഷകൾക്കൊക്കെയും നൽകിയത് എന്നുള്ളത് ഞങ്ങൾ എല്ലാ പിതാക്കന്മാരും അഭിമാനത്തോടെ നന്ദിയോടെ ഓർക്കുകയും പിതാവിനോട് ഞങ്ങൾക്കുള്ള വലിയ ആദരവും സ്നേഹവും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മാതൃരൂപതയായ കോഴിക്കോട് രൂപതാധ്യക്ഷൻ്റെ നിർലോഭമായ സഹകരണവും സാന്നിധ്യവും നമുക്കെന്നും ആവേശവും പ്രചോദനവുമാണ്. മലബാറിൽ നിന്നുള്ള ആദ്യത്തെ KCBC പ്രസിഡൻ്റാണ് നമ്മുടെ വർഗീസ് ചക്കാലിക്കൽ പിതാവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കയ്യടിക്കുകയാണെങ്കിൽ നല്ല കയ്യടിയൊക്കെ കൊടുക്കുക പിതാവിന്. ഒരു KCBC പ്രസിഡന്റിനെയൊക്കെ ആദരിക്കുന്നത് കുറെ കൂടി ഗൗരവത്തിലാണ്. ഈ പിതാവിൻ്റെ സാന്നിധ്യം തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്നതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരും അന്യരല്ല എന്ന് ചിന്തിക്കുന്ന അഭിവന്യ പിതാവിൻ്റെ ആ നിലപാടുകൾ തന്നെ നമുക്കെന്നും പ്രോത്സാഹജനകമാണ്. പ്രിയപ്പെട്ട KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ തറയിലച്ഛൻ്റെയും അതുപോലെ തന്നെ മാവുങ്കലച്ഛൻ, വെട്ടിക്കാട്ടച്ഛൻ ഇവരൊക്കെയും നൽകുന്ന നിർലോഭമായ സഹകരണങ്ങൾ തീർച്ചയായും ഇനിയും തുടരണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇനി ഇവിടെ ദുരന്തം വരും എന്നൊരു സൂചന അതിനകത്തുള്ളത് കൊണ്ട് അത് ഞാൻ തുടരണമെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത ഈ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല എന്ന് മാത്രം ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തുതി.